ഹായ് പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഒരു ക്ലിയർ ഇല്ലല്ലോ, ഭയങ്കര ഡാർക്കായിട്ടിരിക്കുന്നല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കും. ഇതെന്താണെന്നറിയാമോ? ഞാൻ രാവിലെ വാക്കിംഗ് പോകുന്ന സീൻ എടുത്തതാണ് കേട്ടോ. വാക്കിംഗ് പോകുന്ന വീഡിയോ ഞാൻ ചെയ്തതാണ്. അപ്പം ഞാനിങ്ങനെ വാക്കിംഗ് രാവിലെ പോകാറുണ്ട്. കുറേ വർഷങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വാക്കിങ്ങിന് പോകുന്ന ഒരാളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മോർണിംഗ് നടക്കാൻ, ഭയങ്കര രസമാണ്. അപ്പോൾ ഞാനിന്ന് കുറച്ചുകൂടെ മുമ്പ് ഇറങ്ങും കേട്ടോ. ഇന്ന് ഇച്ചിരി താമസിച്ചു, സാറ്റർഡേ അല്ലേ, അതുകൊണ്ട് തന്നെ പിന്നെ വേറെ ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനിങ്ങനെ കുറച്ച് താമസിച്ചു പോയി ഇങ്ങനെ നടക്കണം. ഇതൊരു ഇച്ചിരി ഇങ്ങനെ കയറ്റമാണ്, അതുകൊണ്ട് സംസാരിക്കുമ്പോൾ ഇച്ചിരി കിതപ്പുണ്ടാകും. അതുകൊണ്ട് ഞാനിന്ന് സ്പീഡ് കുറച്ച് നടക്കാം. അല്ലെങ്കിൽ ഞാൻ ഇവിടെയൊക്കെ നല്ല സ്പീഡിൽ നടന്ന് ജംഗ്ഷൻ്റെ അവിടെ എത്താറുമ്പോൾ നല്ലപോലെ വേർത്ത് ഇവിടെയൊക്കെ വെച്ച് അങ്ങനത്തെ ഒരു സിറ്റുവേഷനാകും. അപ്പം നിങ്ങൾ ജീവിതത്തിൽ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വ്യായാമം ഒരു റൊട്ടീനാക്കണം കേട്ടോ. വ്യായാമം എന്ന് പറഞ്ഞാൽ അങ്ങ് ഭയങ്കര ഹാർഡായിട്ട് ജിമ്മിൽ പോയി തന്നെ വ്യായാമം ചെയ്യണം അങ്ങനെയൊന്നുമില്ല. ഇപ്പം യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വർക്കൗട്ട് നമുക്ക് കാണാൻ പറ്റും, വളരെ സിമ്പിളായിട്ട്. എന്നാൽ അതിൻ്റെ നല്ല റിസൾട്ട് കിട്ടുന്ന സിമ്പിളായിട്ടുള്ള ഒരുപാട് എക്സസൈസ് കാണിക്കുന്ന ചാനലൊക്കെ ഉണ്ട്. അപ്പം ഈസി വർക്കൗട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അടിച്ച് നോക്കിയാൽ മതി, ഒരുപാട് ഇതുണ്ട്. അപ്പം നമ്മൾ അത് നോക്കിയിട്ട് ഏതെങ്കിലും ഒരു 5-6 നോക്കി വെച്ചിട്ട് നമുക്ക് കംഫർട്ടബിളായിട്ടുള്ള എന്താണോ അത് നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം. എനിക്ക് പക്ഷേ അത് ഞാൻ ചെയ്യാറുണ്ട്. എനിക്ക് ഈ വാക്കിങ് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഇത് മോർണിംഗിലിങ്ങനെ ആരുമില്ലാത്ത വിജനമായിട്ടുള്ള ഈ റോഡിൽ കൂടെ ഇങ്ങനെ പോകുന്നത് ഇതൊരു ഭയങ്കര രസമാണ് കേട്ടോ. നിങ്ങൾക്ക് നടക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ, ഞാൻ ഇത്ര നാളായിട്ടും എനിക്കൊരു വ്യായാമം ഇല്ല എന്ന് എനിക്കൊന്ന് തുടങ്ങണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഏറ്റവും ഒരു ബെസ്റ്റ് നല്ലൊരു സൊല്യൂഷനാണ് ഈ വാക്കിംഗ് എന്ന് പറയുന്നത്. ഞാനിങ്ങനെ പോകുമ്പോൾ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ടായിരിക്കാം കുറച്ച് വിജനതയുണ്ട്. റോഡിലധികം ആൾക്കാരൊന്നുമില്ല. അല്ലെങ്കിൽ ഒരുപാട് ഈ സ്ത്രീകളൊക്കെ ഇങ്ങനെ 3-4 പേരും ആയിട്ടൊക്കെ നടന്ന് പോകുന്നത് കാണാം. ചിലർ ഒറ്റയ്ക്കൊക്കെ പോകുന്നതാണ്. ഇന്ന് ഇച്ചിരി കുറവ്. അതിനിപ്പോൾ ഞാനിന്ന് ഇച്ചിരി ലേറ്റായതുകൊണ്ടാണോ അവരെല്ലാം പോയി കാണുമോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പം എന്തായാലും ഞാനിങ്ങനെ നടന്ന് നമ്മൾ ഇങ്ങനെ ഭയങ്കര വിഷമിച്ച് ടെൻഷനായിട്ടൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരു വാക്കിംഗ് ഭയങ്കര രസമാണ്. അത് നമ്മൾ വാക്കിംഗ് കഴിഞ്ഞ് നമ്മൾ വീട്ടിലൊന്ന് കയറി നമുക്ക് തന്നെ ആ ഫീലിങ്, നമുക്ക് വരുന്ന ആ ഒരു മൈൻഡിൻ്റെ ഒരു ചേഞ്ച് നമുക്ക് നല്ലതുപോലെ മനസ്സിലാക്കാൻ പറ്റും. ഇടയ്ക്ക് ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ചില ടൈമിൽ എനിക്കൊരു ബ്രേക്ക് ഉണ്ടാവും. എന്ന് വെച്ചാൽ കുറേ നാളല്ല, ഒരു 1-2 ആഴ്ചയൊക്കെ ഞാനിങ്ങനെ ഭയങ്കര മൂടിയായിട്ട് പോകാതെ ഒക്കെ ഇരിക്കും. അങ്ങനെ എന്നിട്ട് വീണ്ടും എന്തിന് വെറുതെ നടക്കുന്ന, രാവിലെ വേറെ ജോലിയൊന്നുമില്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷെ വീണ്ടും ഞാൻ വേണ്ട, പോകണം എനിക്ക് എന്ന് വീണ്ടും ഞാൻ തീരുമാനിച്ചിട്ട് വീണ്ടും നടക്കാൻ തുടങ്ങും. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു താല്പര്യം തോന്നുന്നെങ്കിൽ നിങ്ങൾ നടക്കണം കേട്ടോ. ഇപ്പോൾ വെളുപ്പിന് തന്നെ നടക്കണമെന്നൊന്നുമില്ല. ഒരു വൈകിട്ടുള്ള ടൈമാണ് നമുക്ക് സ്യൂട്ടബിളായിട്ട് കിട്ടുന്നതെങ്കിൽ നമുക്ക് വൈകിട്ടായാലും നമുക്ക് നടന്ന് നമ്മുടെ ശരീരത്തിലുള്ള ഒരുപാട് അസുഖങ്ങൾക്ക് എല്ലാം കുറയ്ക്കാൻ ഈ ഒരു ഗുഡ് വാക്കിംഗ് നല്ലൊരു റെമഡിയാണ്. പണ്ടുള്ള കാലങ്ങളിലൊക്കെ ആൾക്കാർ ഈ കല്ലിലരച്ചും പിന്നെ അരകല്ലിൽ അരച്ചും പിന്നെ കല്ലിൽ വെച്ചിട്ട് തുണികളൊക്കെ വാഷ് ചെയ്തും പിന്നെ ഈ നെല്ല് കുത്തിയും അങ്ങനെയൊക്കെ ശരീരം അനങ്ങുന്ന ജോലികളൊക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അക്കാലത്ത് ഷുഗർ, ഹൈപ്പർ ടെൻഷൻ അങ്ങനെയുള്ള രോഗങ്ങളൊന്നുമില്ല. ഇന്ന് നോക്കുന്നെങ്കിൽ എങ്ങനെയാണ്, 10 ആൾക്കാരുടെ അടുത്ത് അതിൽ 8 പേരും ഡയബറ്റിക് പേഷ്യൻ്റ് ആയിരിക്കും.
അല്ലെങ്കിൽ ഈ ബ്ലഡ് പ്രഷർ കൂടിയവരായിരിക്കും, അങ്ങനെയൊക്കെ ഹൈപ്പർ ടെൻസീവ് അങ്ങനെയൊക്കെ ആയിരിക്കും, കൊളസ്ട്രോള് എല്ലാം കാണും. അപ്പം ഇതിനെല്ലാം നമുക്ക് കുറച്ച് കൊണ്ട് വരാൻ സാധിക്കുന്ന ആർക്കും ഒരു ചിലവും ഇല്ലാത്തൊരു റെമഡിയാണ് ഈ വ്യായാമം എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും നല്ലൊരു ഇതാണ് ഈ വാക്കിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒക്കെ നല്ല ഉണർവ് കിട്ടുന്ന ഒരിതാണ് ഈ വാക്കിംഗ്. ഞാനിങ്ങനെ ചിലപ്പോൾ ഭയങ്കര വിഷമത്തിലൊക്കെ ഇരിക്കുമ്പോൾ, ടെൻഷനായിട്ടിരിക്കുമ്പോൾ, ആർക്കാണല്ലേ ടെൻഷനില്ലാത്തത്? ഒന്നാമതേ ടെൻഷനുള്ള ജോലിയാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്കൂടെ നമ്മുടെ ജീവിതം എന്ന് പറയുമ്പോൾ ടെൻഷനില്ലാത്ത ജീവിതമുണ്ടോ ആർക്കെങ്കിലും? കാണുമായിരിക്കും. അപ്പോൾ ഈ അങ്ങനെ ഒരു ഭയങ്കര ഒരു ഇതിൽ നമ്മളിങ്ങനെ നടക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ മൈൻഡിലുണ്ടാകുന്ന ആ ചേഞ്ച് നമുക്ക് നല്ലപോലെ മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതാണ് വാസ്തവമായിട്ടുള്ള കാര്യം. അപ്പോൾ ഞാനിങ്ങനെ റോഡിൽ കൂടെ നടക്കണം, ഞാനിങ്ങനെ ലൈറ്റ് ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വെട്ടം കാണാനാണ്. അപ്പോൾ താഴോട്ട് ചിലപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര ഇരുട്ടൊക്കെ ഇരിക്കും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ലൈറ്റ് ഫോക്കസാക്കി വീഡിയോ ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ ഈ റോഡിൽ കൂടെ ഇങ്ങനെ സാധാരണ വരുമ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ 3-4 പേര് ഒറ്റയ്ക്ക് 2 പേരായിട്ട് അങ്ങനെയൊക്കെ നടക്കുന്നവരുണ്ട്. ഇന്ന് ഭയങ്കര റോഡ് ഇച്ചിരി ആൾക്കാർ കുറവാണ്. ഞങ്ങൾ ഈ റോഡിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ അവിടെ ഇടയ്ക്ക് ജംഗ്ഷനിലോ അതിനിപ്പുറത്ത് പോലീസിൻ്റെ വണ്ടി കൊണ്ടിരിക്കും. അപ്പം ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ അവരുണ്ടല്ലോ കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങുന്നതാണ് പോലീസുകാർ. അവർക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരിക്കും. അപ്പോൾ അവർ റോഡിലിങ്ങനെ കൊണ്ടിടുന്നതായിരിക്കും, അവിടെ കൊണ്ടിടുമെന്ന് തോന്നുന്നു, മിക്കവാറുമൊക്കെ കാണും. അപ്പോൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളൊക്കെ നടക്കുമ്പോൾ നമുക്ക് സേഫ്റ്റി, നമുക്ക് നല്ലൊരു സേഫ്റ്റിയാണ്. എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ നമുക്ക് വിളിക്കാമല്ലോ, പെട്ടെന്ന് ഒച്ച കേൾക്കുമ്പോൾ അവർ വരുമല്ലോ. ഇവർ നല്ല കൂർക്കം വലിച്ചുറങ്ങുന്നു കേട്ടോ. ചിലവരുണ്ട് ഇങ്ങനെ ഫോണിൽ നോക്കി ഇരിക്കുന്നവർ, 2-3 പേരൊക്കെ പോലീസ് വണ്ടിയിൽ കാണും. അവരിങ്ങനെ മിക്കവാറും ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ കൊണ്ടിട്ടിരിക്കുന്നത് കാണാം. പിന്നെ ഞാനൊന്ന് മൊബൈൽ ഫോണ് കയ്യിൽ വെച്ചേക്കും, പക്ഷെ ഞാൻ യൂസ് ചെയ്യില്ല. എനിക്കിങ്ങനെ പാട്ട് കേട്ടുകൊണ്ട് നടക്കുക, അല്ലെങ്കിൽ മൊബൈലിൽ എന്തെങ്കിലും കണ്ടുകൊണ്ട് നടക്കുക, അതൊന്നും എനിക്കിഷ്ടമില്ല. പാട്ട് കേട്ടുകൊണ്ട് നടക്കുക, അതൊന്നും എനിക്ക് വലിയ ഇൻട്രസ്റ്റുള്ള കാര്യങ്ങളൊന്നുമല്ല. എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് ഇങ്ങനെ ആ ഒരു അതിരാവിലെയുള്ള ആ മൊമെൻറ്റ്സ് ഇങ്ങനെ ആസ്വദിച്ച് നടക്കുന്നതാണ് എനിക്കിഷ്ടം. പാട്ട് കേൾക്കുന്നതും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. പിന്നെ ചിലതരം സോങ്സ് ഉണ്ട്, അത് എത്ര തവണ കേട്ടാലും എനിക്ക് മടുക്കില്ല. ജോലി സ്ഥലത്തൊക്കെ ചിലപ്പം ഇങ്ങനെ അത് ജോലി ചെയ്തിരുന്ന സ്ഥലത്തൊക്കെ ഇരിക്കുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ള പാട്ടൊക്കെ ഞാൻ റിപ്പീറ്റ് ചെയ്തിരുമ്പം അവരൊക്കെ അപ്പുറത്തേക്ക് ഇങ്ങനെ പിറുപിറുക്കുന്ന കൂടെയുള്ള കോവർക്കേഴ്സ് തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനത് മൈൻഡ് ചെയ്യില്ല. പതുക്കെ ചിലപ്പോഴൊക്കെ വെച്ച് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. അതൊക്കെ ഭയങ്കര റിലാക്സിങ്ങാണ്. അല്ലാതെ എനിക്ക് ഇങ്ങനെ പാട്ട് കേട്ട് യാത്ര ചെയ്യുക, പാട്ട് കേട്ട് ഇതാ. നിങ്ങളൊരു പട്ടിക്കുഞ്ഞിനെ കണ്ടോ? ഒരു വെള്ള പട്ടിക്കുഞ്ഞിനെ കണ്ടോ? ഒരു അമ്മപ്പട്ടിയുടെ ബാക്കിൽ ഇങ്ങനെയുണ്ട് കേട്ടോ, ഒരു 4-5 ഇതുപോലത്തെ ചെറിയ പട്ടിക്കുഞ്ഞുങ്ങൾ കണ്ടോ. അടുത്തത് ഒരാളെ പോകുന്നുണ്ടോ? അപ്പോൾ ഈ വണ്ടിയുടെ സൗണ്ട് കേട്ടപ്പോൾ ഇത് അമ്മ അങ്ങോട്ട് പോയപ്പോൾ ഇതെല്ലാം കൂടെ അവിടെ നിന്ന് ഇങ്ങനെ ഓടി വണ്ടിയുടെ പിറകേൽ ഇങ്ങനെ പോയപ്പം ആൾക്കാരെ വണ്ടിയൊക്കെ കണ്ടപ്പം അവിടെ ഓരോന്ന് കയറി അങ്ങ് പതുങ്ങിയിരിക്കാൻ തുടങ്ങി. ഈ അമ്മ അങ്ങോട്ടിവിടെ പോയി അവരവിടെ ഇരിക്കുന്നത്, ഈ കുഞ്ഞുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നത്. ഇത്രയും ഭാഗം ഭയങ്കര ശോകമാണ്. അവിടെ റോഡിൻ്റെ പണിയും നടക്കുന്നുണ്ട്. ഇന്നായപ്പോൾ അവിടുത്തെ ആ ലൈറ്റും കത്തുന്നില്ല, കണ്ടോ, ഇരുട്ടാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. ലൈറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒന്നുമില്ല. നമ്മുടെ നാടിൻ്റെ സ്ഥിതി ഇതാണ്. റോഡ് നന്നായിട്ടിരിക്കുമ്പം റോഡ് നല്ല ശരിയാക്കി വരുമ്പോൾ പൈപ്പ് ലൈൻ കുഴിക്കാൻ തുടങ്ങും. പൈപ്പ് ലൈൻ കുഴിച്ച് എല്ലാം താറുമാറാക്കിയിട്ട് മിക്കവാറും എല്ലാ റോഡിൻ്റെ അവസ്ഥ ഇത് തന്നെയാണ്. അങ്ങനെ ഞാൻ ആ ഇരുട്ടിൻ്റെ ആ ഭാഗം കഴിഞ്ഞിട്ട് ഇങ്ങനെ
നടന്ന് ജംഗ്ഷൻ്റെ അവിടെ എത്താറായി. ജംഗ്ഷൻ്റെ അവിടെ എന്ന് പറയുമ്പോൾ ഷോപ്പെല്ലാം നല്ല അടഞ്ഞു കിടക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ പട്ടിയൊക്കെ ഉണ്ടോ? ഇതാണ് അതിൻ്റെ അമ്മപ്പട്ടി പോലെയാണ് കുഞ്ഞുങ്ങൾ, വെള്ള പട്ടിയാണ്. കണ്ടോ, അത് ഒരു സൗണ്ടും ഇല്ല, ഇങ്ങനെ മിണ്ടാതെ കിടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഡെയിലി വരുമ്പം കാണുന്നതാണ്, അതുകൊണ്ട് അവർക്ക് പരിചയമുണ്ട്. അതുകൊണ്ട് ഒന്ന് കുരയ്ക്കുകയോ നമ്മളെ ഉപദ്രവിക്കത്തൊന്നുമില്ല, ഒന്നും ചെയ്യില്ല. ആ ജംഗ്ഷനിലൊക്കെ ഒരുപാട് പട്ടികളുണ്ട്. ഇന്നൊരു അങ്ങനെ നമ്മൾ നടക്കുന്നു വരുന്നവർ ഒന്നും ചെയ്യുന്നില്ല. ഇന്ന് നടക്കുന്നവരായിട്ട് ഒന്ന് നോക്കിയിട്ട് പിന്നെ അവരിങ്ങനെ മിണ്ടാതെ കിടക്കും. അപ്പം ഞാനിങ്ങനെ നടന്നപ്പോൾ ഞാൻ എന്ത് പറഞ്ഞുകൊണ്ട് വന്നേ, അപ്പം നമ്മൾ നടക്കുന്നത് നമ്മൾ ഒരു ശീലമാക്കാൻ നമ്മൾ ശ്രമിക്കണം. നമുക്ക് വേണ്ടി കുറച്ച് സമയം നമ്മളൊന്ന് മാറ്റി വയ്ക്കുന്നത്. മുമ്പൊരു വീഡിയോ ഇട്ടപ്പോഴും ഞാൻ പറഞ്ഞായിരുന്നു, നമുക്ക് വേണ്ടി കുറച്ച് സമയം ഒന്ന് മാറ്റി വയ്ക്കുക. അത് നമ്മൾ ഇങ്ങനെ നമുക്കിഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് നമുക്കൊരു ഒരു ഒരു ചേഞ്ച് വരാൻ വേണ്ടിയിട്ട് നല്ലൊരിതാണ്. ഇന്നലെ രാത്രിയൊക്കെ ആണെങ്കിൽ ഞാൻ ഒട്ടും ഉറങ്ങില്ല. രാത്രി 12 മണി, 1 മണി, 2 മണി, 3, 4 ആ സമയത്തെല്ലാം ഇങ്ങനെ എണീച്ച് ഉറങ്ങുന്നില്ല. ഞാൻ ടേബിളിൽ ലാമ്പിട്ട് ഇങ്ങനെ കുറേയൊക്കെ വായിച്ചു. പിന്നെ ഇതിലൊക്കെ ഇട്ടൊരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതിലൊക്കെ കുറേ കമൻറ്റ് ചെയ്തു. പിന്നെ 1-2 ഡോക്യുമെൻ്ററി ഒരു സാറിങ്ങനെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, കണ്ടിട്ട് അഭിപ്രായം പറയണമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതിൻ്റെ 1-2 കണ്ടു. അങ്ങനെ ഒരു ബുക്ക് വായിച്ചിട്ട് ബുക്ക് 1-2 വായിച്ച് തീർന്നില്ല. അപ്പോൾ ഈ മാസത്തിലൊരു 3-4 ബുക്കൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ അത് വായിച്ചിട്ട് ഞാൻ നമ്മുടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടും, ആ എഴുത്തുകാരെ പറ്റി, ആ ബുക്കിനെ പറ്റിയൊക്കെ. അപ്പം എനിക്ക് അത് അവരിങ്ങനെ അയച്ചു തന്നിട്ട് പറയും, എന്തെങ്കിലും വായിച്ചിട്ട് എന്തെങ്കിലും 2 വരി കുറിക്കണമെന്നൊക്കെ പറഞ്ഞ് നമ്മളത് തരുമ്പോൾ നമ്മളത് ചെയ്യണമല്ലോ. അപ്പം എനിക്കത് ഇഷ്ടമാണ്. ഞാനതുകൊണ്ട് വായിച്ചിട്ടേ ഞാൻ എഴുതുള്ളൂ, വായിക്കാതെ എന്തെങ്കിലും എഴുതി വയ്ക്കത്തില്ല. അപ്പം ഞാൻ ആദ്യം മുതൽ അവസാനം വരെ ഇരുന്ന് വായിച്ച് അവരെ പറ്റി അതിനുള്ള നെഗറ്റീവോ പോസിറ്റീവോ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതാറുണ്ട്. അത് എഴുതുന്നവർക്കൊരു നല്ലൊരു പ്രചോദനമാണ്. അങ്ങനെ ഞാനത് ഏകദേശം നടന്ന് ഞങ്ങളുടെ ജംഗ്ഷനിലെത്തി. ഇന്ന് നിങ്ങളോട് സംസാരിച്ച് കൊണ്ട് വരുന്നതുകൊണ്ട് വളരെ പതുക്കെയാണ് ഇന്നത്തെ നടത്തം. അപ്പോൾ ഇനി ഞാൻ ഫോൺ മാറ്റി വെച്ചിട്ട് ഇനി തിരിച്ച് ഞാൻ നടക്കുകയാണ്. തിരിച്ച് ഞാൻ ഇച്ചിരി സ്പീഡിൽ നടക്കണം. ഇത്രയും നേരമായിട്ടും വേർത്തൊന്നുമില്ല, അല്ലെങ്കിൽ ഞാൻ ഈ സമയമാകുമ്പോൾ നല്ല വേർക്കും. അപ്പം ഞാനിനി നേരം വെളുത്തിട്ട് വീഡിയോ എടുക്കാം. അങ്ങനെ ഞാൻ പോയിട്ട് തിരിച്ചൊക്കെ വന്നു. ഇതൊരു 6:30 മണി ടൈമാണ്. മഞ്ഞ് പണ്ടുള്ള ഡിസംബറിൽ നല്ല മഞ്ഞ് മൂടി നല്ല തണുപ്പായിരിക്കും. നടക്കാൻ പോകുമ്പോഴൊക്കെ ഞാൻ ചിലപ്പോൾ സ്വെറ്ററൊക്കെ ഇട്ടുകൊണ്ട് പോയിട്ടുണ്ട്. നല്ല തണുപ്പായിരിക്കും. ഇന്നൊന്നും പോയിട്ട് ഒരു തണുപ്പും ഇല്ല, ഒരിതുമില്ല. മഞ്ഞിങ്ങനെ മൂടിക്കിടക്കുമ്പോൾ ഒരു മൂടലുണ്ട്, ഒരു തണുപ്പും ഇല്ല. മരങ്ങളൊക്കെ ഇങ്ങനെ നോക്കുമ്പം ഒരു ചലനമില്ലാതെ ഇങ്ങനെ നിൽക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മേലോട്ട് നോക്കി നിൽക്കുന്നത്. മരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ അതിൻ്റെ ചില്ലകളിങ്ങനെ കാണും. അതിൻ്റെ ഇടയ്ക്കൂടെ ആകാശത്തിൻ്റെ കോണ് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിങ്ങനെ എത്ര നേരം വേണമെങ്കിലും ഇങ്ങനെ നോക്കിയിരിക്കും. മരങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ ഇരുന്നിട്ട് മേലോട്ട് നോക്കിയിട്ട് മരങ്ങളുടെ വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ എനിക്ക് ഭയങ്കര താല്പര്യമാണ്. അങ്ങനെ നേരം വെളുത്ത് വരുന്നു. അങ്ങനെ വീണ്ടും ഒരു ദിവസം തുടങ്ങുന്നു. അപ്പം എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് എത്രയും പെട്ടെന്ന് കാണാം.